നാലാം ലോകവാദം നാട്ടിലില്ലാത്ത പൊല്ലാപ്പായപ്പോൾ പാർട്ടിക്ക് പുറത്തായ സഖാവാണ് എം പി പരമേശ്വരൻ. ഒരു പതിറ്റാണ്ടിന് ശേഷം സഖാവിനെ വീണ്ടും ചിന്തകൾ അലട്ടുകയാണ്. ഡോക്ടർ തോമസ് ഐസക്കിനെ മുൻനിർത്തിയാണ് ഈ വരവ്. ഒരു ലേഖനത്തിലൂടെ ഐസക്കിനെ മുഖ്യ നേതാവാക്കിയപ്പോൾ ഐസക് അടക്കം ആ പേജ് മടക്കിയിരുന്നു. ഇത് ഇപ്പോൾ വീണ്ടും വന്നിരിക്കുന്നു. വന്ന സ്ഥിതിക്ക് വിശദമായി തന്നെ കാര്യങ്ങൾ ചോദിച്ചേക്കാം. അല്ല സഖാവെ, VS-ഉം പിണറായിയും ഇവിടെ ശക്തരായി നിലകൊള്ളുമ്പോൾ തോമസ് ഐസക്കിനെ നമ്മൾ എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യും? അതൊന്ന് വ്യക്തമാക്കാമോ? തോമസ് ഐസക്ക് ഒറ്റയ്ക്ക് നിന്നിട്ട് മറ്റുള്ളവർക്ക് ശത്രുക്കളായിട്ടല്ല. പിണറായി ആയാലുമല്ല, VS ആയാലുമല്ല, CPI ആയാലുമല്ല, എല്ലാവരും കൂടി അടുത്ത പക്ഷത്തിന് ജനങ്ങളുടെ പക്ഷത്തുള്ള ആൾക്കാരൊക്കെ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഒരു വലിയ ഫോഴ്സായിട്ട് തോമസ് ഐസക്കിനെ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും എനിക്ക് തോന്നി. അനക്കിപ്പം വേറെ സൂക്കോടൊന്നുമില്ലല്ലോ. പിണറായിയാണ് നല്ലതൊന്നും എനിക്ക് വിരോധമില്ല. പക്ഷെ ജനങ്ങളായിരിക്കണം തീരുമാനിക്കേണ്ടത്. മറ്റു രണ്ട് നേതാക്കളും കഴിഞ്ഞാൽ വേറെ ആരും ഇല്ലായിട്ടാണോ താങ്കൾ ഐസക്കിനെ തന്നെ ഉയർത്തി കാണിക്കുന്നത്? ഇപ്പോഴത്തെ എനിക്ക് മറ്റൊരു അഭിപ്രായം, വേറൊരാളെ എനിക്ക് ഇതുവരെ കണ്ടിട്ടില്ല. അതിനേക്കാളും നല്ലൊരാളെ എനിക്ക് കാണാൻ പറ്റില്ല. അന്നോട് എനക്ക് പറയാനുള്ളതൊക്കെ അന്നേ ഞാൻ പറഞ്ഞതാ. ഈ VS-ലും പിണറായിലും സഖാവ് കാണുന്ന പരിമിതികൾ എന്തൊക്കെയാണ്? VS എന്ന് പറഞ്ഞാൽ AKGയുടെ ഒരു പിന്തുണച്ചക്കാരാണ്. ജനബന്ധം കഠിനമായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഒരു വൈകാരിക ബന്ധമാണ് കൂടുതലുള്ളത്. പിണറായി എന്ന് പറഞ്ഞാൽ ടാക്ടിക്സ്, സ്ട്രാറ്റജി ഇത് മെനയുന്നതിലും കാര്യങ്ങൾ നടത്തിക്കുന്നതിലാണ് കഴിവുള്ളത്. ജനങ്ങൾക്ക് ഇന്ന് ഈ രണ്ട് കഴിവുള്ള EMSന്റെ കഴിവും AKGയുടെ വികാരമുള്ള ഒരാളെ വേണം. അത് ഉള്ള ആളെ തന്നെ എടുക്കാൻ പറ്റുള്ളൂ. അത് ഏറ്റവും അധികം ഉള്ള ആള് ഐസക്കാണെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടുപിടുത്തങ്ങൾ അതിനേക്കാളും ഇത് കഴിവൊക്കെ VS-നുണ്ടൊക്കെ VS ആയിക്കോട്ടെ. VS-ന് ഒന്ന് പ്രായമായിട്ട് ഒരുപാട് ഇന്നത്തെ ലോകം എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണമാണ്. ഒട്ടനവധി കാര്യങ്ങൾ പഠിക്കണം. ഇത് പഠിക്കാൻ ഒന്നുകിൽ സ്വയം പഠിക്കാൻ പറ്റണം, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്ന ആൾക്കാർ സഹായത്തിനുണ്ടാവണം. അത് ആ ലെവലിൽ VS സഹായിക്കാൻ ആളുമില്ല. ഒന്ന്. മറ്റൊന്ന്, പിണറായിക്ക് അങ്ങനത്തെ ആൾക്കാരെ കിട്ടുമായിരിക്കാം. പക്ഷേ ഒരാളെ ആയിക്കഴിഞ്ഞാൽ ജനം ഒരു വൈകാരികമായിട്ടൊരു ഓൺ ചെയ്യണല്ലോ. എനിക്ക് എൻ്റെ ഇതിൽ വൈകാരികമായിട്ട് ഓൺ ചെയ്യുന്നില്ല എന്നാണ്. പക്ഷേ എനിക്ക് തെറ്റുപറ്റിയതാണെന്ന് വെച്ചാൽ പിന്നെ ഇപ്പോൾ പിണറായി ജനങ്ങൾ വൈകാരികമായിട്ട് ഓൺ ചെയ്യാമെന്ന് നിൽക്കുക അടുത്ത വട്ടം മുഴുവൻ. എനിക്കൊരു വിരോധമല്ല. പിന്നെ ചിരിക്കാൻ അറിയാത്തതാണ് പിണറായിയുടെ പ്രശ്നമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയാണോ സഖാവേ? ചില ആൾക്കാരുടെ പ്രകൃതി അങ്ങനെയായിരിക്കാം. ഈ ചിരിക്കാത്ത ആൾക്കാരോടും ജനങ്ങൾക്ക് സ്നേഹം ഉണ്ടാകാം. പക്ഷെ ജനങ്ങൾക്ക് എത്രണ്ട് സ്നേഹമുണ്ട്, ജനങ്ങൾക്ക് എത്രണ്ടും പിണറായിയെ ഒരു വൈകാരിക നേതാവായിട്ട് കാണുന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. രണ്ട് സഖാക്കൾക്കും താങ്കളോട് ദേഷ്യമുള്ളത് കൊണ്ടാണോ ഇത്തരത്തിലുള്ള ചിന്തകൾ വരുന്നത്? VS എന്നോട് ദേഷ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. VS-ന് പിണറായിക്കും എന്നോട് ദേഷ്യമുണ്ടെന്ന് തോന്നിയില്ല. VS-ന് ദേഷ്യം ഉണ്ടായിരുന്നു മുഴുവൻ തോമസ് ഐസക്കിനോടായിരുന്നു. അപ്പോൾ എന്നെ അടിച്ച തോമസ് ഐസക്കിന് കൊള്ളുന്നുള്ള താനായിരിക്കണം VS-ന് ഉണ്ടായിരുന്നത്. പക്ഷെ അത് കൊണ്ടില്ല. അവസാനമായി ചോദിക്കട്ടെ, CPM-ലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതിന് എന്താണ് ഇപ്പോൾ തടസ്സം? പാർട്ടി വിളിക്കുമ്പോൾ പാർട്ടി വിളിക്കണമെന്ന് ചിലതൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ പാർട്ടി വിളിക്കുമ്പോൾ എന്താ വെച്ചാൽ പാർട്ടി എന്നോട് ചെയ്ത് തെറ്റാണെന്ന് സമ്മതിക്കണം. അങ്ങനെയൊക്കെ സംബന്ധിച്ചിട്ട് അപ്പോൾ ഞാൻ നിർദ്ദേശിക്കുന്നത് കാര്യമായിട്ട് പരിഗണിക്കാം. അപ്പോൾ പാർട്ടിയുടെ എൻ്റെ കേരളത്തിൻ്റെ വികസനവും ലോകത്തിൻ്റെ വികസനത്തിൻ്റെ കാഴ്ചപ്പാടുമൊക്കെ ഉണ്ട്. അത് ഞാൻ മാറ്റില്ല. അത് മാറ്റുന്ന പ്രശ്നത്തിക്കുന്നില്ല. അപ്പോൾ അത് ശരിയായ മാർക്സിസ്റ്റ് കാഴ്ചപ്പാടാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അത് ശരിയായെന്നുള്ള എൻ്റെ കണക്കിൽ. അപ്പോൾ അതിനെ ചോദ്യം ചെയ്യാത്ത വിധത്തിൽ പാർട്ടിയിൽ പരിഗണിക്കാൻ തയ്യാറാണ്. പരിഗണിക്കാൻ തയ്യാറായ നീ പണ്ടൊരിക്കലും എന്നോട് കുരുത്തിട്ടുണ്ട്. എന്നെ ഞാൻ തൊടൂല മണ്ടൻ. ഇനി മേലിൽ ഇതുപോലെ കേറി വട്ടോട്ട് നിൽക്കരുത് കേട്ടാ. അപ്പോൾ കാര്യങ്ങളൊക്കെ പിടികിട്ടി കാണുമല്ലോ. ഇനിയും ഐസക് വാദവുമായി മുന്നോട്ട് പോകാനുള്ള പരിപാടി ഉണ്ടെങ്കിൽ അത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നതിൽ സഖാവിന് തന്നെ ഒരു ഏകദേശ ധാരണ കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മുഖ്യന്റെ ദുഃഖവും മുല്ലപ്പെരിയാർ സ്വപ്നവും. ഇടവേള കഴിയട്ടെ. നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്: അന്തിമമായ ഒരു പോരാട്ടം വേണോ, അതോ വിരട്ടി ഓടിച്ചാൽ മതിയോ? ഓടിച്ചാൽ മതി, പക്ഷെ പിന്നീട് ഒരിക്കലും മടങ്ങി വരാത്ത ഓട്ടമായിരിക്കും. അതെ, വെള്ളത്തിന്റെ അളവും എപ്പോഴൊക്കെ വേണമെന്ന കാര്യത്തിലും ഒന്നും അതെല്ലാം തമിഴ്നാടിന് വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ കേരളത്തിന്റെ സുരക്ഷ